ഹലോ, ഇപ്പോഴത്തെ ചൂടിനും ഇഫ്താറിനും ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു സൂപ്പർ ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം 3 കപ്പ് പാല് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് പാലും 2 കപ്പ് വെള്ളം എടുത്താലും മതി. പക്ഷേ പാലിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ഡ്രിങ്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ 3 കപ്പ് പാലും 1 കപ്പ് വെള്ളവും തന്നെ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഇതുപോലത്തെ സ്പൂണിൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഇതുപോലത്തെ സ്പൂണിൽ ഒരു 1.5 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 12 ബദാം ആൽമണ്ട്സ് ഞാൻ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം നമുക്കിതിൻ്റെ തൊലി മാറ്റിയിട്ട് എടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന പാല് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. പാല് നന്നായി തിളച്ച് വന്ന ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് തണുത്ത പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു മിക്സ്ചർ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് ആ ഒരു മിക്സ് ചേർത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ കട്ട കിട്ടും. നമ്മൾ ഇളക്കൽ നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട കിട്ടുകയും ചെയ്യും. പിന്നെ അത്ര കട്ടിയുള്ള രീതിയിലുള്ളതല്ല നമുക്ക് കസ്റ്റാർഡല്ല നമുക്ക് വേണം. നമ്മൾ ഫ്രൂട്ട് കസ്റ്റാർഡൊന്നും അല്ല ഉണ്ടാക്കുന്നത്. നമുക്ക് കുടിക്കാവുന്ന ഒരു പരുവത്തിലേക്ക് വേണം നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 1-1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് തീ ഓഫാക്കിയ ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. വെള്ളത്തിലിട്ട് കുതിർത്ത ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 വലിയ ഡേറ്റ്സ് കുരു കളഞ്ഞ ശേഷം അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിൽക്കിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവൻ ചൂടാറിയിട്ടല്ല കേട്ടോ കസ്റ്റാർഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് ആ കസ്റ്റാർഡ് മിൽക്ക് ചൂടാറിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ച് എടുക്കാം. അപ്പോൾ അതെ, നമ്മുടെ കസ്റ്റാർഡ് മിൽക്കൊക്കെ ഒരു വിധമൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആൽമണ്ടിൻ്റെയും ഡേറ്റ്സിൻ്റെയും ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നമുക്ക് ആ ഒരു പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തു. നമ്മൾ ഡേറ്റ്സ് ചേർത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് അധികം പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട വരില്ല. അപ്പോൾ ഡേറ്റ്സിൻ്റെ മധുരം അനുസരിച്ചിട്ട് നിങ്ങൾ ഇതിലേക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതല്ല ആ ഡേറ്റ്സിൻ്റെ മധുരം മതി നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ അങ്ങനെ വേറെ എക്സ്ട്രാ ആയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണമെന്നുമില്ല. ഇനി നമുക്കിതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കാം. അപ്പോൾ ഇനി മിക്സാക്കിയിട്ടുള്ള ഈ ഒരു മിക്സ് ഇനി നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ 2-3 മണിക്കൂർ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച ശേഷമാണ് നമുക്കിതിലേക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ആഡ് ചെയ്യാനായിട്ട് ഉള്ളത്. 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമ്മുടെ ഡ്രിങ്കിൻ്റെ മിക്സ് ഞാൻ ഇപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇളക്കി നോക്കുമ്പോൾ ഒരു ഇത്തിരി കട്ടിയിലായിട്ട് ആവും ഇരിക്കുക. കാരണം നമ്മൾ കസ്റ്റാർഡ് മിൽക്ക് അല്ലേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ അത് ഇത്തിരി ഒന്ന് തിക്കനായിട്ടുണ്ടാവും. നമുക്കിതിലേക്ക് കുറച്ച് കറുത്ത കസുകസ് വെള്ളത്തിലിട്ട് കുതിർത്തതും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കറുത്ത കസുകസ് നമ്മുടെ ബോഡി കൂളാക്കാനായിട്ടും അതുപോലെ വെയിറ്റ് ലോസിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കുറച്ച് കറുത്ത കസുകസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഐസ് ക്യൂബ്സ് ആണ്. ഐസ് ക്യൂബ്സ് കുറച്ചധികം തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കാരണം ഇപ്പോൾ നമ്മൾ തണുപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു കസ്റ്റാർഡ് മിക്സ് ആ ഒരു ഡ്രിങ്കിൻ്റെ മിക്സ് കുറച്ച് കട്ടിയായിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഐസ് ക്യൂബ്സ് കുറച്ചധികം ചേർത്ത് കൊടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് കുടിക്കാവുന്ന ഒരു പരുവത്തിലേക്ക് നമ്മുടെ ഒരു ഡ്രിങ്ക് ആവും. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത് അധികം നമ്മൾ പാലും വെള്ളവും കൂടി തിളപ്പിക്കുന്ന സമയത്ത് അധികം വെള്ളം ഒഴിച്ച് തിളപ്പിക്കേണ്ട, പാലാണ് കൂടുതൽ എടുക്കേണ്ടതെന്നുള്ളത്. നമുക്കിതിലേക്ക് ഇനി കുറച്ച് പിസ്തയുടെ പീസസും കുറച്ച് ആൽമണ്ട് പീസസും ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ് കേട്ടോ. ഇത് രണ്ടും നിങ്ങളുടെ അടുത്തില്ലേ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാഷ്യൂസിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കപ്പലണ്ടി ഒന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. നമ്മുടെ ഡ്രിങ്ക് ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. 2 ഗ്ലാസ്സിലേക്ക് ഞാനപ്പോൾ അത് സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് പിസ്ത ഫ്ലേക്സോ ആൽമണ്ട് ഫ്ലേക്സോ കുറച്ച് കാഷ്യൂസോ ഏതെങ്കിലും നട്ട്സിൻ്റെ ക്രഷ് ചെയ്തിട്ടുള്ളതും ഇതിൻ്റെ മേലെ നമുക്ക് ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം. തീർച്ചയായിട്ടും ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്.
മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.